അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നലെ ചർച്ച ചെയ്തത് വെള്ളം അകത്തേക്ക് കടന്നാൽ അഥവാ ജനാബത്ത് കുടിക്കുമ്പോൾ, സുന്നത്തായ കുളി ഉണ്ടാകുമ്പോൾ, അതല്ലെങ്കിൽ വുളൂഇന്റെ മറുമലക്ക് അഥവാ വായിൽ വെള്ളം കുടിക്കുമ്പോൾ വെള്ളം അകത്തേക്ക് കടന്നാൽ, ആകസ്മികമായി അകത്തേക്ക് കടന്നാൽ എന്തെല്ലാം സംഭവിക്കും എന്നാണ് നാം ഇന്നലെ ചർച്ച ചെയ്തത്. അൽഹംദുലില്ലാഹ്. ഇന്ന് വേറൊരു വിഷയം. യജൂസു ലിസ്സായിമി, നോമ്പുകാരൻക്ക് ജായിസാണ് അൽ-ഇഫ്താറു ബിഖബരി അദ്ലിൻ ബിൽ വുളൂഇ. പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് നമ്മുടെ ബാംഗ്ലൂരുകാരായതുകൊണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ ഒരു സാഹചര്യമല്ല ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നോമ്പുകാരൻക്ക് ജായിസാണ് അൽ-ഇഫ്താറു ബിഖബരി അദ്ലിൻ ബിൽ വുളൂഇ. സത്യസന്ധനായ ഒരുത്തൻ, നീതിമാനായ ഒരുത്തൻ സൂര്യൻ അസ്തമിച്ചിട്ടുണ്ട് എന്ന് അറിയിച്ചാൽ നോമ്പുകാരൻക്ക് നോമ്പ് തുറക്കാൻ ജായിസാണ്. അപ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ എന്തെല്ലാം ജായിസല്ലാമായില്ലേ? നോമ്പുകാരൻക്ക് സൂര്യൻ അസ്തമിച്ചു എന്ന് അറിയിക്കുന്ന നീതിമാനായ ഒരാൾ അറിയിക്കണം സൂര്യൻ അസ്തമിച്ചിട്ടുണ്ട്, എന്നാൽ ഇഫ്താർ ജായിസാണ്, നോമ്പ് തുറക്കാൻ ജായിസാണ്. അതേപോലെ ആ നീതിമാനായ ഒരുത്തന്റെ ബാങ്ക് കേൾക്കൽ കൊണ്ടും നോമ്പ് തുറക്കാവുന്നതാണ്. അവിടെ അതെ, യജൂസുൽ ഫിത്റു ബിസമാഇ അദാനിൽ അദ്ലി, നീതിമാനായ ഒരുത്തന്റെ ബാങ്ക് കൊണ്ട് എന്താക്കാം? നോമ്പ് തുറക്കാം. നീതിമാൻ എന്താ? ആരിഫു ബിൽ ഔഖാത്തി, എപ്പോഴാണ് സൂര്യൻ അസ്തമിക്കുക, ഉദിക്കുക, അതുപോലത്തെ സമയബന്ധമായ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് അറിയാം. കണക്ക് കൂട്ടാനും സമയങ്ങൾ നിശ്ചയിക്കാൻ അറിയുന്ന ആളാണ്. അങ്ങനെയുള്ള ഒരാൾ ബാങ്ക് കൊടുത്താൽ എന്താക്കാം? നോമ്പ് മുറിക്കാം, നോമ്പ് തുറക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കുക, ഓരോ പള്ളിയും ഓരോ സമയത്താണ് ബാങ്ക് കൊടുക്കുക, അല്ലേ? ഇവിടെ കൊടുക്കുന്ന ബാങ്കല്ല ആ പള്ളിയിൽ, അവിടെ ഉള്ളതെല്ലാം മറ്റു പള്ളിയിൽ. അപ്പൊ എന്താ ചെയ്യാൻ ഈ ദിവസം? നമ്മുടെ പള്ളിയിൽ നോമ്പ് തുറക്കാനല്ല, ബാങ്ക് കൊടുക്കൽ കൊണ്ടല്ല നോമ്പ് തുറക്കുക. സമയമായാലാണ് നോമ്പ് തുറക്കേണ്ടത്. അരമണിക്കൂർ മുന്നേ ബാങ്ക് കൊടുത്തു നോക്കാം, നോമ്പ് തുറക്കാൻ പറ്റുമോ? അതേപോലെ സമയമായാലാണ് നോമ്പ് തുറക്കേണ്ടത്. ഇവിടെ നല്ലത് വേണ്ടത് എന്താ? സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടോ ഇല്ല എന്ന് സംശയിക്കുന്ന ഒരാൾക്ക് കഴിക്കൽ ഹറാമാണ്. കഴിക്കൽ എന്താണ്? ഹറാമെന്ന് പറയും. അവൻ ഗവേഷണം ചെയ്യണം, അന്വേഷണം നടത്തണം. എന്തായിട്ടുണ്ടോ? സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടോ ഇല്ലേ? എന്നിട്ട് എന്നിട്ട് അവന്റെ മനസ്സിൽ ഒരു ഭാവന വരണം, സൂര്യൻ അസ്തമിച്ചിട്ടുണ്ട്, മഗ്‌രിബായിട്ടുണ്ട് എന്നായാലാണ് എന്ത് ചെയ്യേണ്ടത്? നോമ്പ് തുറക്കേണ്ടത്. ഇപ്പൊ 6:30 നോമ്പ് തുറക്കണം നമ്മൾ സമയത്തിൽ കാണുന്നതെന്ന് വിചാരിക്കും. 6:30 ഷാർപ്പായി ഉടനെ നോമ്പ് തുറക്കുക. അങ്ങനത്തെ പരിപാടി ഒഴിവാക്കണം. കുറച്ച് 1 മിനിറ്റ് 2 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ എന്താവും? നമുക്ക് ഉറപ്പാവും എന്തായിട്ടുണ്ട്, സൂര്യൻ അസ്തമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നോമ്പ് ബാക്കിലാവൊന്നുമില്ല, നോമ്പ് തവാവൊന്നുമില്ല. അങ്ങനെ ഒരു വർത്തമാനം നമുക്കിടയിലുണ്ട്. കുറെ കഴിഞ്ഞിട്ട് നോമ്പ് തുറക്കുകയാണെങ്കിൽ നോമ്പ് കവായി പോയി. അങ്ങനൊന്നുമില്ല. സമയമായാലാണ് എന്താവുക? നോമ്പ് തീരുക. ഇഫ്താർ എന്താണ്? സുന്നത്താണ്. അതുകൊണ്ട് ഇതോടൊപ്പം എന്ത് വേണം? നല്ല സൂക്ഷ്മത വേണം. അതെങ്ങനെയാ? അസ്സബറു ലിൽ യഖീനി, ഉറപ്പാകുന്നവരെ സബർ ചെയ്യുക. നോമ്പ് തുറക്കാതെ എന്താക്കണം? സബർ ചെയ്യണം. അപ്പോ ഫിത്തർ ഉണ്ടല്ലോ, നോമ്പ് ഉടനെ തുറക്കണമെന്നാണല്ലോ ഹദീസിലും പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. ശരിയാണ്, നോമ്പ് ഉടനെ തുറക്കണം. എപ്പോ?
സൂര്യൻ അസ്തമിച്ചു എന്ന് ഉറപ്പായാൽ, ഉറപ്പില്ല, ഇവിടെ 6:30 ബാങ്ക്, അവിടെ 32 ബാങ്ക്, മറ്റിടത്ത് 33 ബാങ്ക്, അപ്പൊ ഏറ്റവും നല്ലത് എന്താ? 33 നോമ്പ് തുറക്കലാണ്. കാരണം എന്തായാലും 31, 32, 34 ഏതെങ്കിലും ഒന്നല്ലേ ശരിയാവാൻ പറ്റൂ? എല്ലാം കൂടി ശരിയാവാൻ പറ്റുമോ? ഏതെങ്കിലും ഒന്നല്ലേ ശരിയാവുള്ളൂ. അപ്പൊ സൂക്ഷ്മത എന്താ? ഏറ്റവും അവസാനമുള്ളതിനെ നോക്കിയിട്ട് തിരഞ്ഞെടുക്കലാണ്. അതാണ് സൂക്ഷ്മത. അത്താഴം കഴിക്കുമ്പോ ഇങ്ങനെ തന്നെ 5:15 ബാങ്ക് കൊടുക്കുന്നത് നോക്കുക. 5:15 വരെ വിട്ട് വീഴി തിന്നുകൊണ്ടിരിക്കുന്നതന്നെയല്ല, ഒരു 10 മിനിറ്റ് മുന്നേ നിർത്തണം. 10 മിനിറ്റ് മുന്നേ നിർത്തണം. സൂക്ഷ്മത അതാണ്. ഇവിടെ 15 മറ്റൊത്ത് 10 ഉണ്ടാവും, 5:10 ബാങ്കുണ്ടാവും. മനസ്സിലായില്ലേ? എന്തായാലും ഒരു കാമണിക്കൂർ മുന്നേ, 10 മിനിറ്റ് മുമ്പേ എന്താക്കണം? ഭക്ഷണം കഴിക്കലും വെള്ളം കുടിക്കലും വേറെ എന്തെങ്കിലും കഴിച്ച് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം നിർത്തണം. ഇത് ബാങ്ക് കൊടുക്കുന്നത് വരെ എന്താക്കുന്നു? ഉസ്താദ് മൈക്കേൽ മുട്ടുന്നവരെ തിന്നുകൊണ്ടേയിരിക്കും. അനുഭവത്തിലായിട്ടുണ്ടാവും പലപ്പോഴും. മനസ്സിലായില്ലേ? അപ്പോ നോമ്പ് തുറക്കുമ്പോ ശ്രദ്ധിക്കണം, കുറച്ചുകൂടി ഒന്ന് ഉറപ്പാകുന്നവരെ കാത്തു നിൽക്കൽ എന്താണ്? അതാണ് സൂക്ഷ്മത. മനസ്സിലായില്ലേ? ഇനി താജീലുൽ ഫിത്തർ സുന്നത്താണ്. അതായത് താജീലുൽ ഫിത്തർ എന്ന് വെച്ചാൽ ഉടനെ നോമ്പ് തുറക്കണം എന്നുള്ളത് സുന്നത്താണ്. അത് സുന്നത്തിന് വേണ്ടിയിട്ട് ഇത് ഫർളല്ലേ? ഏത്? സൂര്യൻ അസ്തമിച്ചാൽ നോമ്പ് മുറിക്കുക, സൂര്യൻ അസ്തമിക്കുന്നവരെ നോമ്പ് നോക്കുക എന്നുള്ളത് ഫർളല്ലേ? ആ സുന്നത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഫർള് നഷ്ടപ്പെടുത്തിയാലോ? അതുകൊണ്ട് എന്താക്കണം? ഈ സുന്നത്ത് ഉള്ളത് തന്നെ ആർക്കാണ്? സൂര്യൻ അസ്തമിച്ചു എന്ന് ഉറപ്പുള്ളവൻക്കാണ്. സൂര്യൻ അസ്തമിച്ചു എന്നുള്ളത് എങ്ങനെ അറിയാം? അതാണ് നേരത്തെ പറഞ്ഞത്. നീതിമാനായ ഒരാൾ പറയണം, നീതിമാന്റെ ബാങ്ക് കേൾക്കണം. മനസ്സിലായില്ലേ? നീതിമാൻ കൊണ്ടുള്ള ഉദ്ദേശം ആ വിഷയങ്ങൾ നന്നായി അറിയുന്ന, സമയത്തിന്റെ കാര്യങ്ങൾ അറിയുന്ന, ഏത് സമയത്ത് സൂര്യൻ കണക്ക് കൂട്ടിയിട്ട് അതിന് കുറെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം അറിയുന്ന ആളുടെ ബാങ്ക് കേട്ടിയാണെങ്കിൽ എന്താക്കാം? നോമ്പ് തുറക്കാവുന്നതാണ്. അതേപോലെ അത്താഴത്തിന്റെ വിഷയത്തിൽ നല്ലപോലെ ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞു, നമ്മുടെ നാട്ടിലെ പോലെ എല്ലാ അവസ്ഥയും അവിടെ ഇഷ്ടം പോൽ ഇതിനുമായി ബന്ധപ്പെട്ട നോമ്പിന്റെ പിറ കാണുന്നത് തന്നെ എത്ര വലിയൊരു ആഘോഷമായിട്ടാണ്. ഇവിടെ അങ്ങനെ ഉണ്ടോ? മാസം കാണാൻ പോകുന്നതന്നെ വലിയ എല്ലാവരും കൂടിയിട്ട് എല്ലായിടത്തും അറിയപ്പെടുന്നു. ഇവിടെ അങ്ങനെ ഇല്ലല്ലോ. അപ്പൊ ഇവിടുത്തെ സാഹചര്യം വേറെയാണ്. അപ്പൊ നല്ലതുപോലെ ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. വയജൂസിലക്കും ഇതാ തന്നെ ബഫാൻ ലൈലി. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, ഗൂഗിൾ നോക്കിയിട്ട് എന്താക്കരുത്? സമയം ഉറപ്പിക്കരുത്. സൂര്യൻ അസ്തമിക്കുന്ന സമയം ഗൂഗിളിൽ കാണിക്കുന്ന സൺസെറ്റ് ടൈമെന്ന് കാണിക്കും. അതെപ്പോഴാ? സൺസെറ്റ് തുടങ്ങുമ്പോഴായി കാണിക്കുന്നത്, അല്ലെ? നമുക്ക് എന്ത് വേണം? സൂര്യൻ മുഴുവനായിട്ട് അസ്തമിക്കണം. സൺസെറ്റ് സമയം 6:30 വെക്കാം. അത് അസ്തമിക്കാൻ 2-3 മിനിറ്റ് പിടിക്കും. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുമ്പോഴാണ് അത് കാണിക്കുന്നത്. ആ സമയം ആ അസ്തമിക്കാൻ 3-4 മിനിറ്റ് എടുക്കും. അതുകൊണ്ട് നമുക്കിവിടെ നിർബന്ധമായിട്ട് സൂര്യൻ അസ്തമിച്ച് എന്നതിന് ശേഷമാണ് നോമ്പ് തുറക്കൽ ജയസായിട്ടുള്ളത്. അതിന് മുമ്പ് കഴിക്കാൻ തന്നെ ഹറാമാണ്. കാരണം മുമ്പത്തിലാവും. അതുകൊണ്ട് ഇതാ വന്ന ബസാലി, രാത്രി ബാക്കിയായിട്ടുണ്ട് എന്നൊരാൾക്ക് ഭാവനയുണ്ടെങ്കിൽ, വന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഫീൽ ഉണ്ടെങ്കിൽ കഴിക്കാം, ജൈസാണ്. ബിജിത്തിഹാദിൻ ഔ ഇഖ്ബാരി, ഗവേഷണം ചെയ്തിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും അറിയിച്ചിട്ടോ. അത് നേരത്തെ പറഞ്ഞ പോലെ ബാങ്ക് കൊടുക്കുന്ന പോലെ. അതായത് ഇത് രാത്രിയാണ്, രാത്രി അല്ലാതെ മനസ്സിലാവുന്നപ്പോ സുബഹി ബാങ്ക് വിളിക്കുമ്പോ, അല്ലെങ്കിൽ ഫജ്ർ സ്വാദ് ഉദിക്കുമ്പോ. അങ്ങനെ വക്കതാ ലൗഷക്ക. ഇനി അതിൽ സംശയിച്ചാലും കുഴപ്പമില്ല എന്നാ. രാത്രിയുടെ വിഷയത്തിൽ കുറച്ച് സംശയമാണ്, ഇത് രാത്രിയാണോ അതെല്ലാ സമയം കഴിഞ്ഞോ എന്ന്. എന്നാലും ഭക്ഷണം കഴിക്കാം എന്നുള്ളത്. ലാക്കിൻ യുക്റഹു, പക്ഷെ കറാഹത്താണ്, കഴിക്കണ്ട. അപ്പൊ എന്ത് ചെയ്യണം?
നമ്മൾ ഒരു സാധാരണ ഒരു സമയമുണ്ട് 5:15 വെക്കാം. അപ്പൊ 5 മണിക്ക് തന്നെ ഭക്ഷണം കഴിക്കാൻ നിർത്തുക. അതാണ് അവിടെ വേണ്ടത്. സംശയിച്ചുകൊണ്ട് കഴിക്കേണ്ട കറാഹത്താണ്. വലം അക്ബറും അതിലും ബിതുലൂഇൽ ഫജ്രി. നീതിമാനായ ഒരുത്തൻ പറഞ്ഞു, അറിയിച്ചു, സൂര്യൻ ഉദിച്ചിട്ടുണ്ട്, ഫജ്ർ സ്വാദിക്ക് ഉദിച്ചിട്ടുണ്ട്. എന്നാൽ ഏതമതവും അതിനെ അവൻ എന്താക്കണം, എടുക്കണം. അതന്നെയാണ് സ്വീകരിക്കേണ്ടത്. വക്കഥാസിക്കും വന്ന ശുദ്ധപ്പോ ഫാസിക് തന്നെ പറഞ്ഞു. ഫാസിക്കായ ഒരു മനുഷ്യൻ, തെമ്മാടിയായ മനുഷ്യൻ തന്നെയാണ് പറഞ്ഞത്, സൂര്യൻ എന്തായിട്ടുണ്ട്, ഫജ്ർ ഉദിച്ചിട്ടുണ്ട്. എന്നാൽ ആ അദ്ദേഹത്തിന്റെ ആ വാക്കിനെ വിശ്വസിക്കാൻ പറ്റുന്നതാണെങ്കിൽ എന്താക്കാം, അത് എടുക്കാവുന്നതാണ്. ഇനി വലവ് അക്കല ബിജിത്തിഹാദിൻ അവ്വലം ആഖിറൻ. നോമ്പിന്റെ ആദ്യ സമയത്തിലും അവസാന സമയത്തിലും, അതായത് എപ്പോ ഫജ്ർ സ്വാദിഖ് അത്താഴം കഴിക്കുമ്പോഴും പിന്നെ നോമ്പ് തുറക്കുമ്പോൾ ഇദ്ദേഹം സ്വന്തം ഗവേഷണം കൊണ്ടിട്ട് എന്ത് ചെയ്തു, നോമ്പ് തുറന്നു, അല്ലെങ്കിൽ അത്താഴം കഴിച്ചു, അത്താഴം കഴിക്കുന്നതിന് നിർത്തി. പിന്നെ മനസ്സിലായി ഫബാന അന്നഹു അക്കല നഹാർ, ഞാൻ കഴിച്ചത് പകൽ സമയത്താണ് എന്നാണ് പിന്നെ മനസ്സിലായത്. ഈ ഗവേഷണം ചെയ്യുമ്പോൾ ഉറപ്പായിരുന്നു ഇതാണ് രാത്രി, ഇതാണ് പകല് എന്ന്. എന്നാൽ ബത്തല സൗമോഹം, അവന്റെ നോമ്പ് വാക്കിലാണ്. ഇന്ന് കള്ളാ വീട്ടണം. വ്യക്തമായല്ലോ എന്റെ നോമ്പ് വാക്കിലായിട്ടാണ്. കാരണം തെറ്റാണ് എന്ന് വ്യക്തമായ ഒരു ഭാവനയാണെങ്കിൽ അതിലേക്ക് പരിഗണനയില്ല. ഞാൻ ഇതുവരെ ചെയ്തത് തെറ്റാണ് എന്ന് ഉറപ്പാണെങ്കിൽ ആ മുമ്പ് ചെയ്തതിന് എന്തില്ല, പരിഗണനയില്ല. ഇപ്പൊ തെറ്റെന്ന് മനസ്സിലായില്ല, അത് സ്വീകരിച്ചങ്ങ് ചെയ്യുക. ഇതൊരു വിഷയമാണ് സാധാരണ ജനങ്ങൾക്കിടയിൽ. ഫജ്ർ സ്വാദി കുടിക്കുമ്പോൾ അല്ലെങ്കിൽ സുബൈയുടെ ബാങ്ക് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതായത് സമയമായിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വായിൽ എന്തുണ്ട്, ഭക്ഷണമുണ്ട്. അതിനെന്ത് ചെയ്യണം? ആ ഭക്ഷണത്തെ വിഴുങ്ങണോ? പല അഭിപ്രായങ്ങളാണ് പല നാട്ടിലും. ചില ആൾക്കാർ നോമ്പിൽ ബാങ്കിന്റെ അവസാനം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വരെ എന്താക്കാം, കഴിക്കാമെന്ന്. ഇനി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് വിളിച്ചാൽ വായിലുള്ളത് കഴിക്കാമെന്ന്. അങ്ങനെ പല നാട്ടില് പല തരത്തിലുള്ള അഭിപ്രായങ്ങളാണ്. എന്താണ് ഇവിടുത്തെ മസാല? ഫജ്ർ സ്വാദി കുതിച്ചു, അല്ലെങ്കിൽ ബാങ്ക് വിളിച്ചു എന്ന് വെക്കാം. അദ്ദേഹത്തിന്റെ വായിൽ എന്തുണ്ട്, ഭക്ഷണമുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഫലഫളഹു, അതിനെ തുപ്പിയാൽ കബല അയ്യഞ്ചില മിൻഹു ശൈഉൻ ലിജൗഫിഹി, സമയമായി എന്ന് ഉറപ്പായതിനു ശേഷം ഒരംശം പോലും താഴേക്ക് ഇറങ്ങാതെ, തൊണ്ടക്കുഴിയുടെ താഴേക്ക് ഇറങ്ങാതെ മുഴുവൻ തുപ്പിക്കളഞ്ഞാൽ അവന്റെ നോമ്പ് ശ്രദ്ധിക്കണം. ഒരംശമെങ്കാനും അകത്ത് പോയാൽ നോമ്പ് വർത്തില്ല. മനസ്സിലായില്ലേ? അതായത് സമയമായതിനു ശേഷം എന്ത് പാടില്ല, അകത്തേക്ക് കടക്കാൻ പാടില്ല. ഭക്ഷണമാകട്ടെ എന്തുമാകട്ടെ. وكذا لو كان مجامعا عند ابتداء طلوع الفجر فنزع في الحال أي عقب طلوعه, ജിമാ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആ സമയത്ത് ബാങ്ക് വിളിച്ചു. അപ്പൊ എന്ത് ചെയ്യണം? ഉടനെ നിർത്തണം. പിന്നെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായി, നോമ്പ് ബാത്തിലായി. ഇനി ഉടനെ നിർത്തി പല അൻസല, ബാങ്ക് കേൾക്കുമല്ല സമയമാകുമ്പോ ഉടനെ നിർത്തിയിട്ട് കുറെ കഴിഞ്ഞതിന് ശേഷം ഇവനക്ക് എന്തായി, ഇൻസാലായി, മണിയും പുറപ്പെട്ടു. എന്നാൽ നോമ്പ് ബാത്തിലാവില്ല. കാരണം എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹം? ഫജ്ർ സ്വാമി കുതിക്കുമ്പോൾ സംഭവം നിർത്തിയിട്ടുണ്ട്. നിർത്താതെ പിന്നെയും കുറച്ച് മുന്നോട്ട് പോയിട്ട് ആണെങ്കിൽ എന്താണ്, നോമ്പ് ബാത്തിലാവും. സമയമായിട്ട് നോമ്പ് ബാത്തിലാകുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും എന്താവണം, ഒഴിഞ്ഞു മാറേണ്ടതാണ്. അപ്പോ ജിമാ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വാങ്ങി കേട്ടു, നിർത്തിയില്ല. അപ്പൊ അദ്ദേഹത്തിന് എന്തുണ്ട്, ജിമാ കൊണ്ട് നോമ്പ് ബാത്തിലാക്കി, അല്ലെ? കഫാറത്ത് കൊടുക്കണം. എന്ത് കൊടുക്കണം? പനിഷ്മെന്റ് ഉണ്ട്. എന്താ പനിഷ്മെന്റ്? ഒരു മുഅ്മിനത്തായ അടിമയെ മോചിപ്പിക്കണം. സാധിക്കുമോ? കിട്ടിയാൽ തന്നെ കോടിക്കണക്കിന് പൈസ കൊടുക്കണം. അല്ലേ? രണ്ടാമത്തെ ഓപ്ഷൻ എന്താ? 60 ദിവസം തുടർച്ചയായി നോമ്പ് നോക്കണം ഒരു നോമ്പിന്.
എത്ര ദിവസം? 60 ദിവസം തുടർച്ചയായി നോമ്പ് നോക്കണം. 59 നോക്കി 60-ാമത്തേത് ബാത്തിലാക്കി. എന്നാൽ റെഡിയായിട്ട് വീണ്ടും തുടങ്ങണം. എന്തിനു വേണ്ടി? ഈ ഒരു നോമ്പ് ബാത്തിലാക്കിയതിനു വേണ്ടി. എന്തുകൊണ്ട് ബാത്തിലാക്കിയതാണ്? ജിമാ കൊണ്ട് ബാത്തിലാക്കിയതാണ്. പകലിന്റെ സമയത്തിൽ, റമദാന്റെ പകലിന്റെ സമയത്തിൽ ജിമാ കൊണ്ട് നോമ്പ് ബാത്തിലാക്കിയാൽ ഈ ശിക്ഷയാണ് ഉള്ളത്. മൂന്നാമത്തെ ഓപ്ഷൻ 60 മുത്ത് കൊടുക്കണം സ്ത്രീകൾക്ക്. അത് ഇതിന് കഴിഞ്ഞില്ലെങ്കിലാണ്. 60 നോമ്പിന് കഴിഞ്ഞില്ലെങ്കിലാണ്. കഴിയാതിരിക്കൽ എങ്ങനെയാ? വയസ്സായത് കൊണ്ട്, രോഗിയായത് കൊണ്ട്. അല്ലാത്ത പക്ഷം 60 നോമ്പ് തന്നെ നോക്കണം. പറ്റുമോ? ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ? അതുകൊണ്ട് ഒരു 5 നോമ്പ് അങ്ങനെ ബാത്തിലായിട്ടുണ്ടെങ്കിൽ എന്താവും? വർഷം മുഴുവൻ നോമ്പ് നോക്കണം. മനസ്സിലായില്ലേ? ആ, അപ്പൊ അതെല്ലാം രാത്രിയാണ് എന്ന് ഉറപ്പായ സമയത്തിൽ ചെയ്യണം. ജിമാവോ അല്ലെങ്കിൽ മറ്റു നോമ്പ് മുറിയുന്ന കാര്യങ്ങളെല്ലാം രാത്രിയാണ് എന്ന് ഉറപ്പുള്ള സമയത്താണ് ചെയ്യേണ്ടത്, അവസാന സമയത്തിലല്ല. മനസ്സിലായില്ലേ? ബാങ്ക് കൊടുക്കാനാകുമ്പോഴല്ല എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. അവിടെ ഭാര്യയ്ക്ക് കഫാറത്തില്ല കേട്ടോ. പെണ്ണെന്ത് കൊടുക്കണ്ട, ഈ പനിഷ്മെന്റ് ഒന്നും ചെയ്യണ്ട. ആ, ഇനി ഒരാൾ ജിമാ ചെയ്തു പകലിന്റെ സമയത്തിൽ, പറയാൻ പറ്റുന്ന, അതായത് വെള്ളം കുടിച്ചാൽ പിന്നെ ജിമാ ചെയ്തു, എന്നാലും കഫാറത്തില്ല. ഇത് പറഞ്ഞാൽ പിന്നെ ആ ഓപ്ഷൻ എന്താക്കും? തെരഞ്ഞെടുക്കും. ജിമാ കൊണ്ടെന്താക്കാൻ പാടില്ല? നോമ്പ് ബാത്തിലാക്കാൻ പാടില്ല. ഇത് ചെയ്യാൻ വേണ്ടി ആ വെള്ളം കുടിക്കുന്നത്. അങ്ങനെ ഒരു നീയത്തുണ്ടല്ലോ അവന്റെ മനസ്സ്. എന്നാലും ശരി, വെള്ളം കുടിച്ച് നോമ്പ് ആദ്യം ബാത്തിലാക്കി പിന്നെ ജിമാ ചെയ്തു, അതിനെന്തില്ല? കഫാറത്തില്ല. ഭാര്യക്ക് അല്ലെങ്കിൽ തന്നെ കഫാറത്തില്ല. ഈ പുരുഷനാണ് എന്താവേണ്ടത്? കഫാറത്ത് കൊടുക്കേണ്ടത്. അതായത് പനിഷ്മെന്റ്, ഒരു ശിക്ഷാ നടപടി പോലെ സ്വീകരിക്കേണ്ടത്. ആ, ഇനി വയുബാഹു ഫിത്തുറുൻ. ഇനി നോമ്പ് മുറിക്കേണ്ട ആളുകൾ ആരെന്നാ പറയുന്നത്? ആരാണോ? നോമ്പ് മുറിക്കൽ ചിലപ്പോ നിർബന്ധമാവും, ചിലപ്പോ ജായിസാണ്. ഇന്നലെ ഞാൻ പറഞ്ഞു, കാഫിര്യങ്ങൾക്കോ മുസ്ലിമീങ്ങൾക്കോ ആർക്കും എന്താ കൊടുക്കാൻ പാടില്ല? റമദാന്റെ പകലിൽ ഭക്ഷണമോ വെള്ളമോ ഒന്നും കൊടുക്കരുത്. അപ്പോഴേ കുടിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കഴിക്കുന്നുണ്ടെങ്കിൽ